KCB നമ്പർ ഉണ്ടോ ഡാ? അത് രഞ്ജുവാണ്, രഞ്ജു മങ്കട. ഗൈസ് സീനാണ് ഗൈസ്. മങ്കട പുളിക്കൽ പറമ്പ് പെരുമ്പറമ്പിൽ പെരും കാറ്റും മഴയും വന്നിട്ട് ഞങ്ങളൊരു വൈക്ക് ഇറങ്ങിയതായിരുന്നു. മരം പൊട്ടിച്ചാടി കാണ്ട് ലൈനൊക്കെ ആകെ, ലൈന് പൊട്ടിയിട്ടില്ല സംഭവം. കറണ്ട് ഉണ്ടോയെന്ന് അറിയില്ല, അതുമ്പോൾ തൊടാനും പേടിയാണ്. KCB കുളിച്ചോക്കട്ടെ, വേം വിളി. നമ്മളെ രഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ട്. വിളിക്കണ്ടോ? ജാസറും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ KCBക്കാർ എടുക്കണില്ല, ബിസിയാ. ഇനിയിപ്പോലെ ഓഫീസറായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് അങ്ങനത്തെ ഒരു അപകട സാധ്യത നിലനിൽക്കുമ്പോൾ വിളിച്ചിട്ട് പറയണ്ട ആരായാലും. സംഭവം ആരും അറിഞ്ഞിട്ടില്ല, ഒക്കെ മഴയായിട്ട് പെരൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് അടിയാണ്. നമ്മളൊരു ബൈക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇതാ വണ്ടിയൊക്കെ നടക്കണം. സാറിന് പോവാൻ നോക്കുമ്പോഴേ ആകെ സീനാണ്. എന്താ ചെയ്യാ? നിങ്ങൾ കണ്ടിട്ടില്ല? ഞാൻ ശരിയായോണ്ട് ആർക്കും വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു അടിക്കണേ. അതാ മെഷീൻ വരുമ്പോ ചാടാത്ത ഭാഗ്യം. വണ്ടിയൊന്നും പോവില്ല, ബ്ലോക്കാണ്. റോഡ് ബ്ലോക്കായി കിടക്കണം, വണ്ടികളൊക്കെ ഇവിടെ ഇതായിക്കാണ്. പെട്ടെന്ന് വരാൻ പറ. ഇതെന്താ പറയുക, ഇതൊന്നും തീരെ മുരിങ്ങാക്കുമ്പോ മാതിരിയാണ് ഇതിൻ്റെത്. ഞങ്ങളും ആ കാറ്റ് വന്നപ്പോ ഞങ്ങളും മറ്റേ തെങ്ങൊക്കെ പോയി മോരി ആട്ടാടിന്ന് അറിയോ. രഞ്ജിതേ, എന്റെ അമ്മ ഇങ്ങനെ ഓടിയിരുന്നേ, പോകാൻ പറ്റൂല. അതിൽ ഞാൻ എന്താ ഇത് പോകാൻ പറ്റൂല അറിയണു. വണ്ടിന്റെ മുന്നിക്ക് ഇങ്ങനെ വരുവാണേ. എന്താ വെച്ചാൽ അതിലാണ് മരം പൊട്ടി കൊണ്ടുക്കണ പറയുന്നു. വിളിച്ചു പറഞ്ഞില്ലേ? എന്താ പറഞ്ഞ ടൈം എടുക്കുന്നോ ഒക്കെ? അല്ല, ഇത് ഇത്രയും ഉണ്ട്. ഇജ്ജൊക്കെ ഒരു പാർട്ടിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവാൻ പാടില്ല. വിളിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ടൈം എടുക്കണു? ഇത് മറ്റേ മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് വയ്ക്കാൻ പറ. ഇവിടെ ആൾക്ക് കുട്ടികളൊക്കെ ഇത് ഇവിടെ നടക്കണേണ്. കറണ്ട് ഓഫാക്കിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ മറ്റേ എങ്ങനെയെങ്കിലുമൊക്കെ വന്നാലോ, എർത്തൊക്കെ വന്നാലോ. ഇത്രക്കും അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇജ്ജ് പറഞ്ഞിട്ട് ഓല് വരാതിരിക്കുമ്പോൾ മോശമാണ് കേട്ടോ. ഇജ്ജ് പെരുമ്പറമ്പിലെ ഒരു മെയിൻ ആളാണ് ഇജ്ജ്. ഇജ്ജ് മനസ്സിലാക്കണം. ഒന്നുകൂടി വിളിക്കേ. ഇത് ഇവിടെ ഒരുപാട് വണ്ടികൾ ഇതായിക്കാണ്. മറ്റേ ഇവർ ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ എന്താ ഇപ്പം ചെയ്യാത് ഇങ്ങനെയാണെങ്കിൽ? ഇപ്പം നമ്മൾ കല്യാണത്തിന് ഇറങ്ങിയാണ്, എന്നാലും എന്തായാലും സംഭവം സീനാണ്. ഇനി കറണ്ട് ഇല്ല പറഞ്ഞാൽ അതിന്മേൽ തൊടാൻ നിൽക്കണ്ട, ചിറിച്ചേക്കും. നിൽക്കണു കോളിങ് KCBക്ക് ഓരോരുത്തർ വിളിച്ചുകൊണ്ട് നിൽക്കണം, പക്ഷെ ഒന്നും നടക്കണില്ല. പ്ലാനിങ് നടക്കുന്നുണ്ട്, പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നണില്ല. നമ്മളിപ്പോൾ ഇവിടെ കുടുങ്ങി. എന്തായാലും ഇപ്പോൾ മങ്കട KCBക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്ര സമയമായിട്ടും എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ വിളിച്ചിട്ട് 1 മണിക്കൂറായി. ഇത് റോഡിലാണ് ഇത് പൊട്ടി വീണ് നടക്കുന്നത്. ലൈൻ ഓഫ് ആക്കിക്കണമെന്ന് പറയുന്നത്. മെയിൻ റോഡാണിത്. അവിടെയൊക്കെ വണ്ടികളൊക്കെ വരിക്ക് നിൽക്കുക.
ഇതൊക്കെ ഒരു വണ്ടി ഇപ്പൊ തിരിച്ചു പോണു. രഞ്ജു ഇപ്പൊ KCBക്ക് പോവാ തോന്നുന്നുണ്ട്. രഞ്ജു KCBക്കാ? ആ എന്നാ പോയി പറഞ്ഞ് സെറ്റാക്ക്. എന്താ വിളിക്കണ്ടോ? മങ്കട KCBക്ക് വിളിച്ചു പറഞ്ഞു രഞ്ജു. പക്ഷെ അതിനൊന്നും ഇല്ല. നിങ്ങള് ഒരു കാര്യം അങ്ങാടിപ്പുറം KCBക്ക് ഒന്ന് വിളിച്ചു നോക്കി. ഇത് ബോർഡർ ആണല്ലോ, ഓല് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്പറില്ലേ? നിങ്ങൾ ഇവിടെ അല്ലേ? പിന്നെ എന്ത് തിരക്ക് നമ്പർ KCBയുടെ നമ്പറൊക്കെ എടുത്തൊക്കെ ഉണ്ട്. അത്യാവശ്യ ഘട്ടങ്ങൾ വിളിക്കേണ്ടതല്ല. അതൊക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്യണ മാതിരി അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. എന്ത് കോൾ ചെയ്യാനോ? നല്ല കഥ. എന്തായാലും കറണ്ട് ഓഫ് ആക്കിക്കണമെന്ന് മങ്കട KCBന്ന് വേറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാധാനം ഉണ്ട്. എന്നാലും അതിന് തുടണ്ടാരും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. ഒക്കെ ഇത് പൊട്ടിയത് കണ്ടല്ലോ മഴ പെയ്തപ്പോഴേ. ഒക്കെ ഉള്ളിൽ ഇപ്പോൾ പൊതുവേ മഴക്കാലം കൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങണില്ല. അപ്പോൾ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയണില്ല. ഇപ്പം നമ്മൾ തന്നെ ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇത് കണ്ടത്. നമ്മളെ ശാന്ത ചേച്ചി ഓടി വന്ന് അറിയിച്ചു. ഇല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ വന്നുകൊണ്ട് അതിമ തൊട്ടിട്ടുണ്ടെങ്കിൽ പണിയായിരുന്നു. എന്തായാലും ലൈന് പൊട്ടിയിട്ടൊന്നുമില്ല. KCBക്കാർ പെട്ടെന്ന് വരികയാണെങ്കിൽ ഗവൺമെൻറ്റിന് കുറച്ചൊക്കെ ലാഭം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പോസ്റ്റൊക്കെ മാറ്റേണ്ടി വരും. ഇമ്മൂനെ വിളിച്ചിട്ട് എന്താ കാര്യം? KCBക്കല്ലേ വിളിച്ചോണ്ട്? നമ്മളെ ഉനൈസാത്ത പറയണത് മറ്റേ മരം പൊട്ടിച്ചാടിയപ്പോൾ അമ്മായിമാക്ക് വിളിച്ചിക്കണു. അമ്മായിമാക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വേറൊരു പ്രശ്നം അത് നിങ്ങൾ കേൾക്കണം. അത് കൊടുത്ത മരമാണ് അപ്പൊ പൊട്ടിയ പ്രശ്നമല്ല. എന്താണ് ഇവരൊക്കെ പറയണത്? ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഇവര് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതിപ്പോ മൊത്തത്തിലേ എന്തായാലും ആദ്യമായിട്ടാണ് മറ്റേ കറണ്ടിന്റെ ഇത് മരം പോയിട്ട് അമ്മായിമാനെ വിളിച്ചു പറയണത്. വല്ലാത്തൊരു കഥ. അപ്പൊ ഏത് പെണ്ണുങ്ങളെ വിളിച്ചിട്ടും കാര്യമില്ല. ഇത് KCB നിങ്ങളിത് മനസ്സിലാക്കണം. അതായത് നിങ്ങളെ ഇനിയിപ്പോ ഇതിൽ പെടുത്തണ്ടെന്ന് വെച്ചിട്ടാ. അത് നമ്മളെ ഉനൈസാത്ത ആള് പറയണത് ഞാൻ KCBക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാണ്. ഇപ്പൊ അമ്മായിമാക്ക് വിളിച്ചു കിട്ടിയില്ല. അപ്പം വേറെ ഇത് താത്താക്ക് വിളിച്ചോണ്ട് എന്ത് അതുകൊണ്ട് കാര്യം. ഇതിപ്പോ സംഭവം കോളേജിൽ പോയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ 10ാം ക്ലാസ്സിന്റെ തന്നെ തലയുള്ളൂ. രഞ്ജു കൂടെ എത്തിക്കണം. ഞമ്മക്ക് എന്താ ചെയ്യണു? രഞ്ജു തോടെ ഒരു ഓഫാക്കിയോണ്ട് പറഞ്ഞില്ല എന്നോട്. ചാർജ് ചെയ്യൂലാന്നോ? ഇതിനും ഫൈന് വരേണ്ടി വരും. ഇനി ചാർജ് ചെയ്യൂല്. ഇത് നമ്മളെ കുറ്റല്ല. അത് ആ ചാർജ് ഞാൻ തെറ്റിദ്ധരിച്ചു. സാധാരണ ഇപ്പൊ എന്ത് കാട്ടിയാലും പണി കിട്ടണേ.